അങ്ങനെ PSCയുടെയും ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും പേരിൽ ഞെട്ടിപ്പിക്കുന്ന ജോലി തട്ടിപ്പാണ് സംസ്ഥാനത്ത് ഒരിടത്ത് നടന്നത്. അങ്ങനെ നിരവധി ജില്ലകളിൽ നിന്നായി പലരെയും ഉന്നമിട്ട് ലക്ഷങ്ങളാണ് തട്ടിയെടുത്തിരിക്കുന്നത്. 7 അംഗ സംഘമാണ് ഇതിന് പിന്നിൽ ഉള്ളത്. ഇതിന്റെ കണ്ണികളെ സംബന്ധിച്ച് ഇരയാക്കപ്പെട്ടവരുടെ അടക്കം പ്രതികരണങ്ങൾ ഈ ദിവസം ബിജു പങ്കജ് കൊച്ചിയിൽ നിന്നും നൽകുകയും ചെയ്തു. ബിജുവിലേക്ക് ആദ്യം പോകാം. ഈ ആഴത്തിലുള്ള തട്ടിപ്പിന്റെ മറുവശങ്ങൾ എന്താണെന്ന് തേടാം. ബിജു, കേൾക്കുമ്പോൾ ആ റിപ്പോർട്ട് ഞാൻ കണ്ടതിന് ശേഷം ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ചിന്തിക്കുകയായിരുന്നു. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഒരു PSC പരീക്ഷയെ സംബന്ധിച്ചോളം പരീക്ഷ എഴുതുന്ന ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾ ഓരോ ആഴ്ചയും പല പല വകുപ്പുകളിലായി ഇങ്ങനെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് പരീക്ഷ പോലും എഴുതാതെ ഇങ്ങനെ ഒരു ജോലി, അഡ്വൈസ് മെമ്മോ ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യം ഉരുത്തിരിയുന്നു എന്ന് പറയുമ്പോൾ ഇതിന് പിന്നിലുണ്ടാകുന്ന ആ വമ്പൻ മാഫിയ സംഘത്തെക്കുറിച്ച് ഓർക്കുകയാണ്. അവരെത്രത്തോളം നെറ്റ്വർക്ക് ഉള്ളവരാണ്. അങ്ങനെയൊക്കെയാണോ ബിജുവിനെ ഈ സംഭവത്തിലേക്ക് ഇറങ്ങുമ്പോൾ തുടക്കം മുതൽ തോന്നിയത്? എന്താണ് ഇതിന്റെ വ്യാപ്തി ബിജു? പ്രതീക്ഷ, PSC ഒരു ഔദ്യോഗിക ഏറ്റവും അധികം ക്രെഡിബിലിറ്റി ഉള്ള ഒരു സ്ഥാപനമാണ് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ. മറ്റൊന്ന് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇടുക്കി, കോട്ടയം ജില്ലകളിലായിട്ട് ഇപ്പം ഞങ്ങൾ 7 പേരെയാണ് ബന്ധപ്പെട്ടത് ഈ ഒരു തട്ടിപ്പിന് ഇരയായവർ. ഒരുപക്ഷെ മനുഷ്യൻ ജോലി എന്ന് പറയുന്ന അവൻ്റെ ഒരു ദുർബലതയാണ്. എന്ത് പൈസ കൊടുത്താലും ജോലി കയറാൻ ശ്രമിക്കും. അപ്പോൾ അവരെ ഏറ്റവും ടെക്നോളജിയുടെ സഹായത്തോടു കൂടി അവരെ എങ്ങനെ പറ്റിക്കാം എന്നുള്ളതാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ശ്രീചിത്രയുടെയും PSCയുടെയും അഡ്വൈസ് മെമ്മോ ഉണ്ട്, അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഉണ്ട്, ഇൻ്റർവ്യൂ കാർഡുണ്ട്. ഇതിലെ രേഖകൾ കേരള PSCയുടെയും അതുപോലെ തന്നെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ഔദ്യോഗിക സർക്കാർ മുദ്രകളുടെ പതിപ്പിച്ച അപ്പോയിൻമെൻറ്റ് രേഖകളാണിത്. ഒരുപക്ഷെ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലുള്ള കാർഡുകളാണ് ഈ പണം നൽകിയവർക്ക് അയച്ചു കൊടുത്തത്. ഇപ്പം ഞങ്ങൾ 7 പേരെ ബന്ധപ്പെട്ടു. കോട്ടയം, ഇടുക്കി ജില്ലയിൽ 7 പേരിൽ കുറേ പേരൊക്കെ അവർക്ക് നാണക്കേടാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപക്ഷെ മക്കൾക്കൊക്കെ വേണ്ടി എങ്ങനെയെങ്കിലും ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ ഒരു തട്ടിപ്പിൽ വീഴുന്നത്. അപ്പൊ അവരുടെ ഇത്രത്തോളം വ്യക്തമായ ക്ലാരിറ്റിയോടുകൂടി ഈ ഒപ്പുകളൊക്കെ എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? നമുക്ക് തിരുവനന്തപുരത്തെ ശ്രീചിത്ര കേന്ദ്രമാണെങ്കിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട ആ ഉദ്യോഗസ്ഥയുടെ പേര് പറഞ്ഞില്ല, ആ ഉദ്യോഗസ്ഥയെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിലേക്കായിരിക്കും അവരുടെ ഒപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എത്രത്തോളം വിശ്വാസ്യത പിടിച്ചു പറ്റാൻ വേണ്ടി ഇവർ ഈ പ്ലാനിങ് നടത്തിയിട്ടുണ്ട്? 2 കാര്യമുള്ളൂ. ഒന്ന്, ഇതിലൊരു അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ആ പേരുണ്ടോ വ്യാജമാണോ എന്നറിയില്ല, അയാൾ PSC എന്നാണെന്നും പറഞ്ഞ് ഈ ഉദ്യോഗസ്ഥരെ എല്ലാം ഈ ഉദ്യോഗാർത്ഥികളെ അവരുടെ രക്ഷിതാക്കളെ എല്ലാം ബന്ധപ്പെടുന്നുണ്ട്. അതിൻ്റെ ഓഡിയോ സന്ദേശങ്ങൾ നമ്മൾ രാവിലെ പുറത്തു വിട്ടിരുന്നു. അതുപോലെ തന്നെ അതിൽ കൂടുതൽ വിശ്വാസ്യത ഉണ്ടാക്കാൻ ഈ കേരള PSCയുടെയും അതുപോലെ തന്നെ ശ്രീചിത്രയുടെയും സർക്കാർ മുദ്രകൾ അടങ്ങിയ അപ്പോയിൻമെന്റ് ലെറ്ററും ഇൻ്റർവ്യൂ കാർഡുകളും അയക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ദുർബലതകളുള്ള ആൾക്കാർ ഈ വിശ്വാസ്യത അവർക്കുണ്ടാകും. കാരണം PSC എന്നാന്ന് പറഞ്ഞാണ് ഈ അഗസ്റ്റിൻ വിളിക്കുന്നത്. ഈ അഗസ്റ്റിൻ പലതവണ ഇടുക്കിയിൽ വന്നു, ഇവിടുത്തെ കട്ടപ്പന PSC ഓഫീസിലൊക്കെ വന്നിട്ട് ഈ ഉദ്യോഗാർത്ഥികളുമായി നേരിട്ട് കണ്ട് നിങ്ങൾക്ക് റെഡിയാക്കാം എന്ന് പറയുന്നു. തിരുവനന്തപുരത്തെ PSC ഓഫീസിൽ വിളിക്കുന്നു. അഗസ്റ്റിൻ എന്ന് പറയുന്ന ആൾ സർക്കാർ ടാഗൊക്കെ ഇട്ട് ഇറങ്ങി വന്ന് ഇവരോട് പറയും നമുക്ക് റെഡിയാക്കാമെന്ന് പറയുന്നു. അതിന് പുറകെയാണ് ഈ ഇൻ്റർവ്യൂ കാർഡും അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റും ഒക്കെ അയച്ചു കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം ദുർബലതകളുള്ള ജോലി അത്യാവശ്യമാണെന്ന് കരുതുന്നവരൊക്കെ ചിലപ്പോൾ കുഴപ്പത്തിലായി പോകാം. 50 ലക്ഷം രൂപയാണ് 7 പേര് ചേർന്ന് കൊടുത്തത്. രാവിലെ ഈ 7 മണിക്ക് ഈ വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്തതിനു ശേഷം എത്രയോ പേരെന്നെ വിളിക്കുന്നു, പേര് പറയാൻ നാണക്കേടാണ്, പൈസ ഒരുപാട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു വലിയ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്, മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത്. അതെ ബിജു, ഒരു കാര്യം കേൾക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഈ പറയുന്ന നമ്മൾ വളരെ പരിപാവനമായിട്ട് കരുതുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ കേന്ദ്രീകരിച്ച് അവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും കണ്ണികൾ ഈ നെറ്റ്വർക്കിൽ ഉള്ളതായി സംശയമുണ്ടോ? അതിലേക്കടക്കം ഒരു അന്വേഷണം നീങ്ങേണ്ടിയിരിക്കുന്നുവോ? ബിജുവിന് എന്താണ് തോന്നുന്നത് അക്കാര്യത്തിൽ? നമുക്ക് PSCയിലെ പ്രത്യക്ഷമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന തെളിവുകൾ ഈ ഉദ്യോഗാർത്ഥികൾ PSC ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന ഉദ്യോഗസ്ഥൻ, സർക്കാർ ടാഗുമായി ഇറങ്ങി വന്ന ഉദ്യോഗസ്ഥൻ ഇവരോട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഓഡിയോ സന്ദേശങ്ങൾ, ഹലോ ഞാൻ അഗസ്റ്റിനാണ്, PSC ഓഫീസിലാണെന്ന് പറഞ്ഞ് ഇവരോട് സംസാരിക്കുന്നു. ഈ അഗസ്റ്റിൻ PSC ഓഫീസിൽ നിന്ന് എല്ലാവരുമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒറിജിനൽ അഗസ്റ്റിനാണോ, അങ്ങനെ ഒരാളുണ്ടോ എന്നൊക്കെയുള്ള ഒരു പോലീസ് അന്വേഷണത്തിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ കിട്ടും. ഇത്രയും വിശ്വാസ്യതയുള്ള PSCയെ നമുക്ക് ഇരുട്ടിൽ നിർത്താൻ കഴിയില്ല. പക്ഷേ ഇതിനകത്തൊരു എൻക്വയറി ആവശ്യമാണ്. ഇതുപോലുള്ള സർക്കാർ മുദ്രകളൊക്കെ ആർക്കും ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഈ അഗസ്റ്റിൻ എന്ന് പറയുന്ന ആൾ എങ്ങനെ പോലീസ് ഓഫീസിൽ, എങ്ങനെ PSC ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു? പിന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രജീഷ് അമ്പരന്ന് പോയി, ആരെങ്കിലും ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങുമോ? ഈ ഗൂഗിൾ പേ വഴിയാണ് ഈ പൈസയുടെ ഇടപാട് നടക്കുന്നത്. ബാങ്ക് ഇടപാട് വഴി നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ചെക്ക്
തിരിച്ചു കൊടുക്കുന്നു, പൈസ തിരിച്ചു തരാമെന്ന് പറയും. അപ്പം അല്ലെങ്കിൽ അത്രയും വലിയ തട്ടിപ്പാണ്. പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മുങ്ങിക്കോളാം, എനിക്കൊരു പ്രശ്നമല്ല, കേസും കാര്യങ്ങളും. ഇതൊക്കെയാണ് ഒരു സംശയത്തിനിടയൊക്കെ. എന്തായാലും ഇതിനകത്തൊരു സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. എന്നാലേ ഇത് ഇത്തരത്തിലുള്ള ബിജു പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ലക്ഷോപലക്ഷം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം അവർക്കൊക്കെ തന്നെ സഹായകരമാകുന്ന, അവർക്കൊക്കെ ഒരു അലർട്ട് നൽകുന്ന റിപ്പോർട്ടാണ്, എക്സ്ക്ലൂസീവ് റിപ്പോർട്ടാണ് ബിജു പങ്കജ് പുറത്തേക്ക് വിട്ടത്. അപ്പോൾ അതിന്മേൽ അന്വേഷണം മുതിർന്ന അല്ലെങ്കിൽ അന്വേഷണം ആവശ്യപ്പെടേണ്ട ഏജൻസികൾ ഈ പറയുന്ന PSC അടക്കം അവരുടെ അടക്കം പേര് ദുരുപയോഗപ്പെടുത്തിയാണ് ഇതിൽ മാൽ പ്രാക്ടീസ് നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഇത്രത്തോളം കൊള്ള നടത്തിയിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടും അവരും അന്വേഷണം ആവശ്യപ്പെടണം. ആ രീതിയിലേക്കൊക്കെ ഇത് പോകേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ആഴത്തിലുള്ളൊരു പരിശോധനയിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ഡോക്ടർ പ്രസാദ് കുമാർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. പ്രസാദ്, ഈ റിപ്പോർട്ട് ബിജു പങ്കജ് ഇന്ന് ബ്രേക്ക് ചെയ്ത ആ റിപ്പോർട്ട് കേട്ട മാത്രയിൽ, അത് കേട്ട് കഴിയുമ്പോൾ അതിലെ പ്രതികരണങ്ങൾ, മുഖം നമുക്ക് കാണിക്കാൻ കഴിയില്ല. പലരും അങ്ങനെ മുഖമൊക്കെ കാണിക്കാതാണ് കാരണം അവർക്ക് പറ്റിപ്പോയി പാളിച്ച അബദ്ധമാണത്. 50 ലക്ഷത്തോളം ഒക്കെ കവർന്നെടുക്കുമെന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ എന്താണ് തോന്നുന്നത്? എവിടേക്കും ഒരു പിശക് സ്മെല്ല് ചെയ്യുന്നു? തീർച്ചയായിട്ടും ഇപ്പോഴും കേരള PSC വഴി കൈക്കൂലി കൊടുത്താൽ ജോലി കിട്ടുന്നു വിശ്വസിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഒരു ജോലി അല്ലെങ്കിൽ സർക്കാർ ജോലി മോഹിക്കുന്ന ആൾക്കാർ, യുവാക്കളുണ്ട്. പക്ഷേ പരീക്ഷ എഴുതാതെ അല്ലെങ്കിൽ പരീക്ഷ എഴുതാൽ പോലും ആ റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ വരാതെ ജോലി കിട്ടും, ആരെങ്കിലും പൈസ കൊടുത്താൽ ജോലി കിട്ടും, അത് ഉള്ളതെല്ലാം വിറ്റുപറി കൊടുക്കും. 17 ലക്ഷം രൂപ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പറയുന്ന ആ ഓഡിയോയിൽ ഞാൻ മുഴുവൻ ഓഡിയോ കേട്ടാം, എല്ലാ ഓഡിയോ നമ്മൾ കേൾപ്പിച്ചിട്ടില്ല. പക്ഷേ ആ ഓഡിയോ കേൾക്കുമ്പോൾ വളരെ സങ്കടം തോന്നും. ഇല്ല, സ്വർണവും ഭൂമിയും എല്ലാം വിറ്റുപറിക്കിട്ടാണ് ഇത്രയും പൈസ കൊടുക്കുന്നത്. പൈസ കൊടുത്ത് 1 വർഷം കഴിഞ്ഞിട്ടും പ്രതീക്ഷിക്കുക. മാത്രമല്ല പ്രസാദ്, ആ പൈസ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു വാങ്ങിക്കുന്ന ആളുകൾ മണ്ടന്മാരാണെന്ന് തോന്നിപ്പോകും. ഈ കാലത്ത് എല്ലാ എവിഡൻസ് എന്താണ്? ബാങ്ക് ത്രൂ, ഗൂഗിൾ പേ വഴി. ഗൂഗിൾ പേ വഴിയൊക്കെ എന്ന് പറയുമ്പോൾ എവിഡൻസ് ആണ്. അപ്പോൾ ഈ പ്രാവീണ്യമില്ലാത്ത കള്ളന്മാരാണോ അതോ പുതുതായിട്ട് പരീക്ഷണത്തിന് ഇറങ്ങിയതാണോ? അതാണ് ഒരു പ്രശ്നം. ഇപ്പോഴയാൾ ഒളിവിലാണെന്ന് ഇപ്പോൾ ജിബിൻ, ഈ രാജേഷ്, മുഖ്യമന്ത്രി രാജേഷിന്റെ വീട്ടിലേക്ക് ജിബിൻ അന്വേഷിച്ച് പോയിരുന്നു. പക്ഷേ വീടെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ ജിബിൻ പറയുന്നത് പുള്ളിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളെല്ലാം പൂട്ടിയിട്ടെങ്കിൽ പുള്ളി കുടുംബ സുഹൃത്തുക്കളുടെ അക്കൗണ്ടിലൊക്കെ പുള്ളി സജീവമാണെന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി എവിടെയൊക്കെ ഉണ്ട്. പക്ഷേ ബിജു പറഞ്ഞ പോലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷിച്ചാൽ കഥ മാറും, പ്രതികൾ വലയിലാകും. എനിക്കൊന്ന് ഒരുപാട് കണ്ണികൾ കാണാം. ഒന്നുകിൽ എല്ലാ കണ്ണികൾ, അല്ലെങ്കിൽ ഇത് അവരുടെ ആദ്യത്തെ സ്റ്റെപ്പ് ആയിരിക്കാം. അതല്ലെങ്കിൽ നേരത്തെ ബിജു സംശയിച്ചതുപോലെ ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ഇവർക്ക് പെട്ടെന്ന് അവിടേക്ക് എത്താനും അവരെ വിളിപ്പിക്കാനും അവിടെ ആരെങ്കിലും അകത്തേക്ക് പോയി ഇറങ്ങി ലിങ്ക് ചെയ്യാവുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു കണ്ണി, ഏതെങ്കിലും ഒരാൾ അവിടെ ഉണ്ടായിരിക്കുമോ? പരീക്ഷ നടക്കുന്നു, ട്രെയിനിങ് നടക്കുന്നു, അപ്പോയിൻമെന്റ് ഓർഡർ കൊടുക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ലോഗോ വെച്ച് തന്നെ വ്യാജമായി ചെയ്യാൻ പറ്റിയായിരിക്കും. ബിജു പറഞ്ഞു വ്യാജമായി ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിലും അത് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു കാര്യം പറയും, പൈസ കൊടുത്തവരെ സമ്മതിക്കണം. കാരണം എന്താ വെച്ചാൽ ഈ വന്ന കാലത്ത് എത്രയോ പേര് ടെസ്റ്റ് എഴുതിയാൽ മാത്രമേ PSC ടെസ്റ്റ് നടത്തുന്നുള്ളൂ. ആ ടെസ്റ്റ് നടത്താതെ ഒരു അഡ്വൈസ് മെമ്മോ അയച്ചു കൊടുക്കുകയാണ്. വാട്സാപ്പിലേക്ക് അഡ്വൈസ് മെമ്മോ അയച്ചു കൊടുക്കുന്നത് മാത്രമല്ല, ഈ തന്ത്രപരമായി ഈ കക്ഷി പറയുന്നുണ്ട്, ആ വാട്സാപ്പിൽ ഞങ്ങൾ അയച്ചു തന്ന ഈ മെമ്മോ അത് ഒരിക്കലും ആരെയും കാണിക്കരുത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പറ്റിക്കപ്പെട്ടവരെ കുറിച്ചും ആലോചിക്കുക. അതാണ് വാട്സാപ്പ് വഴിയല്ല PSC അയക്കുക. എപ്പോഴൊന്നും സിനിമകളിൽ കാണുന്നുണ്ട്, പത്രങ്ങളിൽ കാണുന്നുണ്ട്, ചാനലുകളിൽ കാണുന്നുണ്ട്. ഇതൊന്നും കണ്ടിട്ടും അവർക്ക് വാട്സാപ്പ് വഴി മെമ്മോ കിട്ടി എന്ന് പറഞ്ഞ് വിശ്വസിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോഴും പറ്റിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവർ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ പറഞ്ഞു വന്നതുപോലെ വലിയൊരു അന്വേഷണം വേണം. ഈ വാർത്തയ്ക്ക് പിന്നാലെ അതിൻ്റെ അപ്ഡേഷൻസും ഉണ്ടാകണം. കാരണം നമ്മളൊക്കെ വളരെ നൈതികതയോടുകൂടി നമ്മൾ കാണുന്ന രണ്ട് പ്രധാനപ്പെട്ട, അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് PSC ആണ്. ആ PSC പോലെ തന്നെ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ശ്രീചിത്രയെ പോലെയുള്ള ആ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ അതിൻ്റെയൊക്കെ പേരിൽ തട്ടിപ്പ് നടത്തി പാവപ്പെട്ട ആളുകളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന കണ്ണിയുണ്ടെങ്കിൽ അവരിലേക്ക് അന്വേഷണം തീർച്ചയായും പോകണം.